പർദ്ദക്കുള്ളിലെ ഇറാനിയൻ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ട്രംപിന്റെ കൂടെ പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ സുമേഷ് കാവിപ്പട ടീംസും, അതായത് സംഘി ടീംസിനോടും ഇതാണ് ഇറാനിലെ പെണ്ണുങ്ങൾ നടക്കുന്നത്. ഇറാനിയൻ സ്ട്രീറ്റിലൂടെ അവിടുത്തെ പെണ്ണുങ്ങൾ നടക്കുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നീ കണ്ടടാ. നിന്റെയൊക്കെ കുടുംബത്തിലെ ഏതെങ്കിലും ഒന്ന് നടക്കുമോ? സംഖ്യ നിന്നോടാ ചോദിക്കുന്നത്. നിന്റെയൊക്കെ കുടുംബത്തിലെ തള്ളമാര് നടക്കും എന്ത് മുണ്ടും ബ്ലൗസും ഇട്ടിട്ട് മുറ്റടിച്ച് വരും. അങ്ങനെ കുറേ സീന് കാണാൻ പറ്റാറുണ്ട്. അതല്ലാണ്ട് നിൻ്റെയൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്നിന് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നടക്കാൻ പറ്റൂടാ. എന്നിട്ടാണോ നീയൊക്കെ ഈ നാട്ടിൽ കടന്ന് പട്ടിണി പരിവട്ടാണെങ്കിലും വേണ്ടില്ല ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടി അത് ഉന്നമനത്തിന് പോരാടാൻ ഇറങ്ങുന്ന വാണക്കുറ്റികളെ? ഒന്നും വിചാരിക്കരുത്. തുടക്കത്തിലേ പറയാം, ഇങ്ങനത്തെ ചില വേർഡുകൾ ഈ സംഖ്യകളെ പറയണമെങ്കിൽ നല്ലത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചില വേർഡുകളൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ക്ഷമിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഓപ്പൺ സ്പേസിൽ വെച്ച് കാണാണ്ടിരിക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുക, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത വീഡിയോ ആണെങ്കിൽ ഞാൻ പറയാറില്ല, തുടക്കത്തിലേ പറയാണ്. അപ്പം സംഖ്യകളോടാ പറയാനുള്ളത്, നീയൊക്കെ ജന്മം ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത സൗകര്യത്തിലും സുഖത്തിലും നടക്കുന്ന ഈ സ്ത്രീകൾ. പിന്നെ അവിടെ നീ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ല എന്ന് ആരും പറയുന്നില്ല. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട് ആ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈ മൂന്ന് മതത്തിലും ആ ഒരു ഓർത്തഡോക്സ് മത ചിന്തകളോടുകൂടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളും അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അതല്ലാണ്ട് ഇച്ചിരി ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ അവിടെ കയറി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊസാദും CIA കളിച്ച കളികൾക്കിടയിൽ നീ ഇവിടെ കിടന്ന് ഈ പട്ടിണി കിടക്കുന്ന ഈ തീട്ടവും ചാണകം തിന്ന് ജീവിക്കുന്ന നിനക്ക് എന്ത് തേങ്ങക്കട? 4 മുസ്ലിങ്ങൾ ചത്തോട്ട് വെച്ചിട്ടാണോ? അല്ല വാണങ്ങളെ പോട്ടെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാനുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണുമ്പോൾ ജയിലിലെ ഭക്ഷണമെന്ന് തോന്നില്ലേ? ജയിലിലെ ഭക്ഷണമല്ല, ജയിലിനേക്കാൾ വലിയ ജയിലിപ്പുണ്ട് ഇവിടെ. ഇറാൻ്റെ മിസൈലുകൾ പേടിച്ചിട്ട് ഇറാൻ്റെ ചുറ്റുമുള്ള കടലിടുക്കുകളിലൊക്കെ മറ്റേ ഈ പാറക്ക് ബാക്കിലൊക്കെ ഒളിച്ചിരിക്കുന്ന അമേരിക്കൻ കപ്പലുകളിലെ അമേരിക്കൻ സോൾജിയേഴ്സിന് കിട്ടുന്ന ഭക്ഷണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടിണിയും പരവട്ടുമാണ്. അപ്പി വരെ തിന്നേണ്ട അവസ്ഥയെന്നാണ് കേട്ടത്. ട്രിപ്പോളിയിലെ അപ്പി വരെ തിന്നുകൊണ്ടാണ് അവിടുത്തെ പട്ടാളക്കാർ ജീവിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് യുദ്ധത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളത്, ലബനോനിലെ സീസ് ഫയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പോഴും അത് സീസ് ഫയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഹെസ്ബുള്ളയുടെ ആക്രമണം അല്ലെങ്കിൽ തിരിച്ച് ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള എന്താ പറയുക വാർത്തകളും ന്യൂസുകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ ട്രംപ്, അതായത് നമ്മുടെ ചെന്നിക്കളവൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇറാൻ എല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇറാൻ ഇനി എന്താ പറയുക ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല, അവർ നിർമ്മിക്കില്ല, അവരൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ അവർ തലയാട്ടി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനത് യുദ്ധം നിർത്താൻ പോവുകയാണെന്ന്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്, ഞങ്ങളുടെ ഒരു കപ്പലിലോട്ട് ഇറാനികൾ 111 മിസൈലുകൾ അയച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ പേര് ഞാൻ പറയില്ല, വേണമെങ്കിൽ ഞാൻ തുപ്പിക്കാണിക്കാം എന്നുള്ള പ്രസ്താവനയും കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തുടക്കം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ അതൊക്കെ ചെയ്ത് കണ്ട് തുടങ്ങുക. ഈ സൈഡിൽ കുറച്ച് വീഡിയോസ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് ഇറാനിലെ യഥാർത്ഥ നൈറ്റ് ലൈഫ്, അല്ലെങ്കിൽ ഇറാൻ സ്ട്രീറ്റുകളിൽ, അല്ലെങ്കിൽ ഇറാൻ്റെ റോഡുകളിൽ ഇറാനിൽ എങ്ങനെയാണ് അവിടുത്തെ സ്ത്രീ ജനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലെ കുറേ ഈ തിരുപ്പന്മാരും മൂരാച്ചികളും ഈ സംഘി വാണച്ചെറ്റകളും ഒക്കെ പറഞ്ഞു നടക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇറാനിൽ ആരും പുറം ലോകം കാണില്ല, പുറത്ത് വെളിച്ചം പോലും കാണില്ല, പർദ്ദക്കുള്ളിൽ മുഖംമൂടിക്കുള്ളിൽ അല്ലെങ്കിൽ ബുർക്കക്കുള്ളിൽ ജീവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇറാനിയൻ ജനതക്ക് പണ്ടത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരാൻ സുമേഷ് കാവിപ്പട കൂട്ടത്തിൽ സംഘിപ്പട പുറത്ത് അല്ലെങ്കിൽ ട്രംപിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവൻ്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ പോലും പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാണ്ട് പൊതുവേ പട്ടിണിയാണ് സംഘിൻ്റെ വീട്ടിൽ പട്ടിണി കിടന്നിട്ട് പുറത്ത്, അതായത് ഒരു നേരം കഞ്ഞി വെച്ചാൽ തന്നെ നല്ലത്. പിന്നെ കൂട്ടത്തിൽ ഇപ്പോൾ വെട്ടിപ്പും തട്ടിപ്പുമായിട്ട് നടക്കുന്ന കുറച്ച് സംഖ്യകൾ ഇച്ചിരി പൈസയും കാര്യമൊക്കെ ഉണ്ട്. അതല്ലാത്ത സംഖ്യകൾ സകലതും വളരെ അബദ്ധമാണ്. പിന്നെ സവർണ സംഖ്യകൾ കുറച്ചുണ്ട്, അത് മാറ്റി നിർത്ത്. അതല്ലാത്ത സവർണ അല്ലാത്ത ഇവർക്ക് വേണ്ടി ജയ് വിളിച്ച് നമ്മുടെ വീഡിയോ വേണ്ടി ഇതിൻ്റെയൊക്കെ താഴത്ത് വന്ന് കമൻ്റ് ഇട്ട് സംഖ്യകൾക്കും സംഖ്യകളുടെയൊക്കെ വീടുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പം ആ സംഖ്യകൾക്ക് ഒരു സമാധാനം കിട്ടട്ടെ. അല്ല ഇങ്ങനെയൊക്കെയാണ് ഇറാനിൽ നടക്കുന്നത്. അല്ല നിൻ്റെ വീട്ടിലെ പോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചട്ടിയും ബ്ലൗസും ഇട്ടിട്ടേ അടിച്ചു വരുന്ന പരിപാടിയല്ല കേട്ടാ, അത് വേറെ. ആ അടിച്ച വാറിലും ഒളിഞ്ഞു നോട്ടമൊക്കെ സംഘിയുടെ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇറാനിലെ ജനജീവിതം എങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ കാര്യത്തിൽ ഈ പൂർണ്ണ എന്താ പറയുക മതചിന്തകളോടുകൂടി അല്ലെങ്കിൽ മതത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ചിലപ്പം പറതിട്ടും ബുർക്കിടും മുഖം മറക്കുകയൊക്കെ ചെയ്യും. അത് അവരെ വഴിക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പം ഇങ്ങനെ നടക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒക്കെ എന്തിനാ അവസ്ഥ? അല്ല അമേരിക്കയെ പോലെ ബിക്കിനി ഇട്ടിട്ട് റോട്ടിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ബിക്കിനി ഇട്ട ആൾക്കാരെ ഞങ്ങൾ കാണണം എന്ന് സുമേഷ് കാവിപ്പട പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ആദ്യം
സുമേഷ് കാവിപ്പട ആദ്യം ചെയ്യേണ്ട കാര്യം സ്വന്തം വീട്ടിലെ പെങ്ങളെയും അമ്മനെയും മക്കളെയും പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബിക്കിനിയെ കൊടുപ്പിച്ചിട്ട് നിങ്ങൾ പുറത്തോട്ട് റോട്ടിലോട്ട് ഇറങ്ങിവിടുക. ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്, എന്തുകൊണ്ട് ഇറാനിലെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇറാനിൽ നടക്കുന്നത്. അത് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കേണ്ടല്ലേ, കാണിക്കാത്ത ഇവന്മാർ ഈ കണ്ട AI ഫോട്ടോസും AI വീഡിയോസും വെച്ചിട്ട് ആൾക്കാർ പറ്റിക്കുന്ന കുറേ എച്ചിൽ മുസ്ലിങ്ങൾ ഇവിടെ പലതും കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നടക്കുന്നത് കാണിക്കില്ല. അവിടുത്തെ AI ഫോട്ടോസ് കാണിക്കാൻ ഈ വൃത്തികെട്ട പട്ടിക്കാട്ടങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവന്മാർ കാണിക്കും. അത് കണ്ട് വിജൃംഭിച്ച് പുളകം കൊള്ളുന്ന സംഖ്യകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇട്ട് കാണിച്ചത്. ഇതാണ് അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്ന് അറിയാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഇത് ഇറാനല്ല, ഇതങ്ങ് മറ്റോടുത്ത കൊലകുത്തിയ മറ്റാന്നും പറയുന്നത് ഇത് ഇറാനാണ്. നിങ്ങൾക്ക് ആ വീഡിയോസിലൊക്കെ കാണാം ഇറാൻ്റെ ഫ്ലാഗുകളും ഇറാൻ്റെ കൊടിത്തോരണങ്ങളൊക്കെ കെട്ടിത്തൂക്കിയിട്ടൊക്കെ വീഡിയോസിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട് പല ഭാഗങ്ങളായിട്ട്. അപ്പം ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. അപ്പം ഇറാനിലിപ്പോൾ നടക്കുന്നത് നമ്മൾ കണ്ടില്ലേ, ഇറാനിലെ എന്താ പറയുക അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇന്നലെ വന്നൊരു കാര്യം പറഞ്ഞു. ഇറാനികളെല്ലാം സമ്മതിച്ചു, ഇറാനികൾ ആണവ ആയുധങ്ങൾ നിർമ്മിക്കില്ല, ഞാൻ പറഞ്ഞതുപോലെ ഇറാനികൾ കേൾക്കും എന്നാണ് പറയുന്നത്. ഇറാൻ ഇതിന് പ്രത്യേകിച്ച് മറുപടി കൊടുത്തിട്ടില്ല. കാരണം ഒരു ചെന്നിക്കിളവൻ ദിവസം ഒരു 100 പ്രസ്താവനകൾ പറയും. രാവിലെ പറഞ്ഞല്ല ഉച്ചക്ക് പറഞ്ഞല്ല വൈകുന്നേരം പറഞ്ഞല്ല രാവിലെ. ഇതാണ് ഇവൻ്റെ അവസ്ഥ. അതായത് പടുക്കളവനായിട്ടുള്ള ഒരു മന്ദബുദ്ധി അല്ലെങ്കിൽ ചെന്നിമൂത്ത ഒരു ഭ്രാന്തം പറയുന്നതായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് മറുപടി കൊടുക്കാൻ ഇതുവരെ ആരും പോയിട്ടില്ല. പക്ഷേ ഇറാനിൻ്റെ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ പ്രസ്ഥാനം വളരെ ക്ലിയർ ആയിരുന്നു. ഇവരെ സംസാരിക്കുന്നതിന് പകരം പുള്ളി കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. പുള്ളി ഇങ്ങനെ പറഞ്ഞു, അതായത് ഒരു ഭരണകൂടത്തിന് ആണവായുധങ്ങളാവാം, അതായത് അമേരിക്കക്ക് ആവാം, എന്തും ആവാം. എന്നാൽ സമാധാനപരമായിട്ട് ആണവ പദ്ധതിയുടെ പേരിൽ മറ്റൊരു രാഷ്ട്രത്തിന് നേരെ യുദ്ധമാകാമോ? അതാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ, ഇറാഖ്, സിറിയ എന്നീ സ്ഥലങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ വധിക്കപ്പെട്ടു. അതുപോലെ മിനാവിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ചില ലോക നേതാക്കൾ തന്നെ മരണപ്പെട്ടു. അതായത് കമ്പനി പോലത്തെ ഒരുപാട് പേരെ ഇല്ലാത്ത അലിഗേഷൻസിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞു. ഇനി ഇതൊക്കെ മാനുഷിക മനസ്സാക്ഷിക്ക് ചേരുന്നതാണോ? അതായത് മനുഷ്യൻ്റെ മനസ്സാക്ഷിയൊക്കെ മരവിച്ചു പോയോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് ആണവ നയത്തിലെ ഇരട്ടത്താപ്പാണ് ഇത് സൂചിക്കുന്നത്. അതായത് അപ്പോൾ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഇറാൻ ആക്രമിക്കാൻ പോകുന്നത്, അവർക്ക് പാടില്ല എന്നും പറഞ്ഞിട്ട്. ഈ പറഞ്ഞ IAEA പോലും സൈൻ ചെയ്യാത്ത ഇസ്രായേലിനെ പോലത്തെ ഒരു തേർഡ് റേറ്റ് ജൂത ഒരു കോണക രാജ്യം എനിക്ക് പറയാം. അവിടെ നല്ല ജനങ്ങളുണ്ട് കേട്ടോ, അവിടെ കുറച്ച് നല്ല ജനങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ കൂടുതൽ പേരും ഈ അറബ് രാജ്യങ്ങൾ തകർന്നു പോകണം, പലസ്തീൻ ഇല്ലാണ്ടാവണം, ഗസ ഇല്ലാണ്ടാവണം, ഇറാൻ ഇല്ലാണ്ടാവണം, ലെബനോൻ പിടിച്ചടക്കണം, ഖത്തർ എന്താ പറയുക ജോർദാൻ പിടിച്ചടക്കണം, വിശാല ഇസ്രായേൽ ഉണ്ടാക്കണം എന്നുള്ള കൊണച്ചിന്തോടുകൂടി ജീവിക്കുന്ന നാറികളുടെ രാജ്യമാണ് ഇസ്രായേൽ. നമുക്ക് പച്ചക്ക് പറയാം. പിന്നെ ആകെ അവിടെയുള്ള ഒരു ഗുണം ഇന്ത്യക്കുള്ളത്, ഇന്ത്യയിൽ നിന്ന് കുറേ എന്താ പറയുക ചന്തി കഴിയുന്നവരായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, നല്ലപോലെ ചന്തി കഴിയുന്നുണ്ട്. കൂട്ടത്തിൽ രാജ്യത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ഡെയിലി വന്ന് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഈ ചന്തി കഴിയുന്ന ഇസ്രായേലിൽ കിടന്ന് പട്ടിണി കിടന്നിട്ട്, അല്ല പട്ടിണിയല്ല കേട്ടോ, ചന്തി കഴിഞ്ഞ പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. അവരെ കുടുംബമൊക്കെ നാട്ടിൽ ഏതെങ്കിലും നമ്മുടെ ജിയുടെ രാജ്യത്ത് മെച്ചപ്പെടുന്നില്ല, പൈസ കിട്ടുന്നില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, എന്ത് കഴിയിട്ടാണെങ്കിലും വേണ്ടില്ല. അപ്പം അവരെ വെളുപ്പിക്കാനും അവർക്ക് ചന്തി കൊടുക്കുന്ന രാജ്യത്തിനെ വെളുപ്പിക്കാനും വേണ്ടിയിട്ട് ദിവസം വന്ന് ചന്തി എങ്ങനെയാണോ അവർ വെളുപ്പിക്കുന്നത് അതേപോലെ വെളുപ്പിച്ചുകൊണ്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം അവന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോണക രാജ്യം IAEA പോലും സൈൻ ചെയ്യാത്ത രാജ്യത്തിന് ഞങ്ങളെ ഏതെങ്കിലും കാലത്ത് കൊല്ലും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് സകല രാജ്യങ്ങളും കൊന്നു തീർക്കുക, കൂട്ടത്തിൽ ആ സ്ഥലങ്ങൾ പിടിച്ചടക്കുക, ഒരു വിശാല ഇസ്രായേൽ അങ്ങോട്ട് പണിയാം എന്നുള്ള ചിന്തയോട് നടക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹപ്പെട്ട, അതൊന്നല്ല ചെകുത്താൻ അനുഗ്രഹപ്പെട്ട നാട്, അല്ലെങ്കിൽ ചെകുത്താന്മാർ മാത്രമുള്ള രാജ്യം അല്ലെങ്കിൽ ചെകുത്താന്മാർ അല്ലെങ്കിൽ കുട്ടികളെ ബലി കൊടുത്തും കുട്ടികളെ പീഡിപ്പിച്ചും കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രംപിനെ പോലത്തെ ഒരാൾ കൂട്ടത്തിൽ സുമേഷ് കാവിപ്പടകളും ഒക്കെ ഉണ്ടെങ്കിലും ആ രാജ്യത്തിന് എതിരെ വ്യക്തമായിട്ട് നിലപാടുകളോടെ തന്നെ ഇറാൻ നിന്നിട്ടുള്ളതും ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ് എന്ത് മറ്റൊരുത്ത വർത്താനം പറഞ്ഞു കഴിഞ്ഞാലും ഇറാൻ കൊടുക്കേണ്ട പോയിന്റുകൾ നൈസായിട്ട് കൊടുക്കുന്നുണ്ട്, വേണ്ട പോലെ ഇറാൻ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും സമയം കൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ വേറെ അപ്ഡേറ്റുകൾ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. വാഷിങ്ടണിൽ ഇന്ന് എല്ലാ പാകിസ്ഥാൻ്റെ അസീം മുനീറും ബാക്കി ടീമും വാഷിങ്ടണിലോട്ട് പോകുന്നുണ്ട്. അവരവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിലോട്ട് ഈ സംഭവം എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഹോർമോസ് കടലിടുക്കിൽ നമ്മൾ ഇന്നലെ കണ്ടു ഇറാൻ്റെ ചില കപ്പലുകൾ അവർ പിടിച്ചു വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും 15ന്റെ മേലെ കപ്പലുകളാണ്, ഇറാനിയൻ കപ്പലുകളാണ് ഹോർമോസ് കടലിടുക്ക് ഇന്നലെ പാസ് ചെയ്ത് പോയത് എന്ന് പറയുന്നുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നുണ്ട് മിസൈൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പീഡ് ബോട്ടുകൾ ഇറാൻ ഒരുപാട് അവരുടെ ഹോർമോസ് കടലിടുക്കിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ സംഘർഷം മുറുകുന്ന സാഹചര്യത്തിലാണ് പേർഷ്യൻ ഗൾഫിൽ സമീപ പ്രദേശങ്ങളിൽ ഇറാൻ വൻതോതിൽ മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുള്ള സ്പീഡ് ബോട്ടുകൾ, സാം ബോട്ടുകൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പട്ടാളത്തിനും അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രിപ്പോളിക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ സകലത്തിനും നല്ല പേടിയുണ്ട്. അതിലൂടെ ഇവരെ തടുക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെ തിരിച്ച് ബോംബിടും അല്ലെങ്കിൽ ഇവന്മാരെ മിസൈലിടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു വലിയ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ US കപ്പലുകൾ കുറച്ച് പിന്നോട്ട് മാറി നിന്നിട്ടാണ് എല്ലാ പരിപാടികളും നടത്തുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇന്ന് പ്രസിഡന്റ് നമ്മുടെ ചെന്നിക്കിളവൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു അത്. അതായത്
ദ വാർ വിത്ത് ഇറാൻ ഈസ് സപ്പോസ് ടു എൻഡ് വെരി സൂൺ. അടുത്ത് തന്നെ നമ്മൾ യുദ്ധം നിർത്താൻ പോവാണ്. അത് മാത്രമല്ല, വൺ ഓഫ് അവർ വാർഷിപ്പ് വാസ് അറ്റാക്ഡ് ബൈ 111 മിസൈൽസ്, 111 മിസൈൽസ്. ആൻഡ് ഐ വോണ്ട് മെൻഷൻ ദ നെയിം ഓഫ് ദ ഷിപ്പ്. എനിക്ക് ഷിപ്പിൻ്റെ പേര് പറയേണ്ട. എൻ്റെ ഒരു വാർഷിപ്പിൽ ഇവന്മാർ 111 മിസൈൽ വിട്ടിട്ടുണ്ട്. മിക്കവാറും ജെറാഡ് ഫോർട്ടായിരിക്കും. അതായത് കത്തിയപ്പം മറ്റേ അടുക്കളയിൽ കത്തലുണ്ടായതുകൊണ്ട് ഗ്രീസിലെ പോർട്ടലോട്ട് അറ്റകുറ്റപ്പണിക്ക് വിട്ടിട്ട് അതായിരിക്കും. അതല്ലെങ്കിൽ USS എബ്രഹാം ലിങ്കൺ ആയിരിക്കും. എല്ലാത്തിനും പണി കിട്ടിയെന്നുള്ളത് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഇതുവരെ അതായത് ഇതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ മാറ്റി അവസാനം ട്രിപ്പോളിക്ക് പട്ടിണിയുമായിട്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ട് വരേണ്ടി വന്നത്. അപ്പം ആ ഒരു കൺഫർമേഷൻ കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി യുദ്ധം നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ബാക്കി സകല സാധനങ്ങൾ ഇവന്മാർ അടിച്ച് പൊളിക്കും എന്നുള്ള പൂർണ്ണ ബോധം ട്രംപിനുള്ളതുകൊണ്ടാണ് ട്രംപ് ഈ ഒരു പ്രസ്താവനയായിട്ട് ഇപ്പം വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ വന്ന കപ്പലുകളുടെ അവസ്ഥ എന്താണ്? പട്ടിണിയും പരിവട്ടമാണ്. ഇപ്പോൾ ഇന്നലെ വന്ന കുറച്ച് ഇമേജസ് കാണിച്ചത് നോക്കി നിങ്ങൾ. ചാണകം അപ്പി പോലെയൊക്കെ ഇരിക്കുന്നില്ല. അതായത് ഇത് ക്രഷ്ഡ് മീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ തന്നെയുള്ളൂ. ബാക്കിയുള്ള ഒരു ഫുഡ്, ഒരു സാധനങ്ങളും അതിലില്ല. വെജിറ്റബിൾസ് ഇല്ല, ഒരു സാധനമില്ല. പട്ടിണിയാണ്. അതായത് ഇപ്പം ഈ ഫോട്ടോ നമ്മൾ കാണുന്നത് US soldiers on USS Abraham Lincoln aircraft carrier as reporting poor quality food and small portions during a long deployed near. അതായത് USS എബ്രഹാം ലിങ്കൺ ആദ്യം വന്നത്. അങ്ങോട്ടാണല്ലോ കുറേയൊക്കെ മിസൈലുകൾമാർ വിട്ട് പൊളിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ക്വാളിറ്റി ഇല്ലാത്ത വൃത്തികെട്ട ഫുഡും വളരെ ലെസ് ക്വാണ്ടിറ്റിയുമാണ് കൊടുക്കുന്നത്. ആകെ മൊത്തം പട്ടിണിയും പരിവട്ടുമാണ് എന്നാണ് USSൻ്റെ സോൾജേഴ്സിൻ്റെ റിപ്പോർട്ടിംഗ് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു മീലാണ് ഈ കാണുന്നത്. ഇത് USS ട്രിപ്പോളിയിലെ മീലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എ സ്മോൾ സ്കൂപ്പ് ഓഫ് ഷ്രെഡഡ് മീറ്റ് ആൻഡ് എ സിംഗിൾ ഫോൾഡഡ് ടോർട്ടില. അതായത് നമ്മൾ അപ്പം പോലത്തെ ഒരു ചെറിയ സാധനമുണ്ട്. ഇച്ചിരി ഒരു സ്കൂപ്പ് ഓഫ് ക്രഷ്ഡ് മീറ്റ്. ഇത് മാത്രമാണ് ഈ പാവങ്ങൾക്ക് തിന്നാൻ കിട്ടുന്നത് ഈ സ്ഥലത്ത്. അതുകൊണ്ട് പട്ടിണിയാണ്. ഒന്നാമത് കക്കൂസൊക്കെ മൊത്തം പോയി ബ്ലോക്കായി കിടക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒന്നും പോവാനില്ലാത്തത് കൊണ്ട് ഇതാണ് ഇവന്മാരുടെ അവസ്ഥ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഇപ്പം ഇന്ന് ലെബനോനിലെ വെടിനിർത്തൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് അതായത് ലെബനീസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇവരാരും അത് വലിയ കാര്യമാക്കുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലാണ് ഇത് പറഞ്ഞത്. ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും വാക്ക് പാലിച്ചിട്ടില്ല വെടിനിർത്തൽ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ലെബനോൻ അതിന് അത്രത്തിലൊക്കെ അവർ കാര്യമായിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷെ നോക്കാം അത് എത്ര എക്സ്റ്റെൻഡ് ചെയ്തു പോകും. 10 ദിവസം അപ്പോൾ പറഞ്ഞിട്ടില്ല. എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു പോകും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. പിന്നെ എടുത്തു പറയാൻ പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റുകളൊന്നുമില്ല. കാര്യപ്പെട്ട അപ്ഡേറ്റുകളും കുറേ ആൾക്കാർ അവരുടെ പ്രസ്താവനകൾ ഓരോരുത്തർ വന്ന് പറയുന്നുണ്ട്. ഇപ്പം അമേരിക്കയിൽ തന്നെ സെൻകോമിൻ്റെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പല കമൻറ്റുകളും പറയുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് കമൻറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പം മറ്റ് രാജ്യങ്ങളുടെ തലവന്മാർ വന്നിട്ട് ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നാരും പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാറില്ല. ഇന്ത്യക്കാർ ഇപ്പോൾ മാക്സിമം എങ്ങനെയെങ്കിലും മൊത്തത്തിൽ രാജ്യത്തിൽ നല്ല പ്രതിസന്ധിയിലാണ് ഈ പെട്രോളും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതുപോലെ പാചകവാതങ്ങൾ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ്. ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ നമ്മളെ കൊണ്ട് നേരില്ല. വിശ്വഗുരുവിനൊന്നും കാണാൻ പോലും ഇല്ല. വിശ്വത്തിൽ പോയിട്ട് ഒരു കുരുവായിട്ടെങ്കിലും എവിടെയെങ്കിലും കാണാൻ പറ്റുന്നില്ല. പാർലമെന്റിൽ ഓരോ വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. വനിതാ സംവരണം വേണം. അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലത്തെ 540 840 തള്ളി അല്ലെങ്കിൽ ഈ നമ്മുടെ ദക്ഷിണേന്ത്യനെ ഒരു തരത്തിലും ഇനി ആശ്രയിക്കേണ്ട വരാത്തൊരവസ്ഥ. അതായത് ഇവിടെ ആകെ ഇച്ചിരി സീറ്റും അല്ലെങ്കിൽ ഭരിക്കാനുള്ള 450 സീറ്റ് മേലെ തന്നെ അല്ലെങ്കിൽ ഇവർക്കുമാർക്ക് ഏത് പ്രോകൃതരം കാണിച്ചിട്ട് വോട്ടെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലോട്ട് സീറ്റ് കൂട്ടാനുള്ള തത്രപ്പാടിലാണ്. ഞങ്ങളെ കൊണ്ട് വിശ്വഗുരു ആകാൻ പറ്റില്ല. അവസാനം ഇന്ത്യയിലെങ്കിലും വലിയൊരു ചക്കക്കുരു ആക്കാനുള്ള പരിപാടിയിലാണ് BJP നമ്മുടെ അണ്ണന്മാരെല്ലാവരും കൂടെ ജിമാരെല്ലാവരും കൂടെ അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പറയാനുള്ളത്. നമുക്ക് ലൈവ് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ചർച്ചയ്ക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കഷൻ വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റഡ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.